ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നിസാമി ബിരിയാണി അല്ലെ ഹൈദരാബാദ് ബിരിയാണി എന്നൊക്കെ നമ്മൾ പറയും. ഒരു നിസാമി ബിരിയാണി ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നിസാമി ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനാദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഒനിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു ചെറിയ മീഡിയം സൈസിലുള്ള 2 ഒനിയൻസ് ഫ്രൈ ചെയ്യുകയാണ്. അപ്പം എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞ് ഇട്ട് വെച്ചിരിക്കുന്ന അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ കളർ വരുമ്പോഴാണ് നമ്മളതിനെ ഫ്രൈ നിന്ന് പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ ബാക്കി കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്ത് ആദ്യം മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടു. ആദ്യം ഇതങ്ങ് ചെയ്ത് വെക്കണം, കാരണം ഇടയ്ക്കൊക്കെ അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു കുറച്ച് ഗോൾഡൻ അല്ലാതെ കിടക്കും. അപ്പോഴത്തേനും നമ്മൾ അതുകൂടെ ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആവാൻ നിൽക്കരുത്, പെട്ടെന്ന് ഇത് നമ്മൾ എടുത്തോണം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഈ രീതിയിൽ ഇതിനെ നമുക്ക് എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ. അപ്പോൾ ചിക്കൻ നമ്മളുടെ ശരിക്കും ഒരു ബിരിയാണി പീസ് പോലെ ഒരു ശകലം വലിപ്പത്തിൽ തന്നെ എടുക്കുക. ആദ്യം ഇട്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകത്തിൻ്റെ പൊടിയിൽ 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് നമുക്ക് മല്ലിപ്പൊടി അത് 1 ടീസ്പൂണ്, പിന്നെ ഗരം മസാല, നമ്മുടെ ചിക്കൻ മസാലയില്ലേ, ചിക്കൻ മസാല, പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല, വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന മസാല, പിന്നീട് കുരുമുളക് പൊടി, അതൊക്കെ എരിവിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പുതിനയില, മല്ലിയില. അപ്പോൾ ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ള പ്രോസസ്സാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത ഫ്രൈ ചെയ്ത ഒനിയനും, തൈര് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലതായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കാം. പിന്നെ നാരങ്ങ നീര്, തൈര് ഒഴിക്കുമ്പോൾ നാരങ്ങ നീര് വേണ്ടെന്നാണ്, എന്നാലും ഞാൻ നാരങ്ങ നീരൂടെ അങ്ങ് ഒഴിച്ചു. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ പൊടികൾ, ചിക്കന് ചേർക്കുന്ന എല്ലാ പൊടികളും, പുതിനയില, മല്ലിയില, തൈര്, നാരങ്ങ നീര് അത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഓയിൽ, നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അതിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മളിതിൽ ഒഴിച്ച് ഇളക്കി വെക്കും. സാധാരണ ബിരിയാണിയിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുമ്പം അങ്ങനെ ഓയിൽ ഒഴിക്കാറില്ല. അപ്പം ഇതിനൊരു ആ പ്രത്യേകതയുണ്ട്. പിന്നെ ഇത്രയും സ്പൈസസ്, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ തക്കോല്, അതെല്ലാം നമ്മൾ ഇട്ട് ഒന്ന് ഇളക്കി ഇതിനകത്ത് വെക്കും. ഇതാണ് ഈ ഒരു ബിരിയാണിയുടെ ഒരു ഇളക്കി മാഗ്നേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്പൈസസും പിന്നെ നമ്മൾ ഓയിലും ഒക്കെ നമ്മൾ അധികത്തിൽ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചോറ് വേവിക്കാം. അതിനും ഇത്രയും സ്പൈസസ് തന്നെ വേണം. അത് നമുക്കറിയാമല്ലോ, ബിരിയാണിയുടെ ബേ ലീഫ്, പിന്നെ കറുകപ്പട്ട, കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ, ഇതെല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നു. ഞാൻ വിറകടുപ്പിലാണ് അരി വേവിച്ചെടുക്കുന്നത്. പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് തീ കൊടുത്താൽ മതി, നല്ല തീ കിട്ടും. അപ്പോൾ അത് കാരണം അതിലേക്ക് കണ്ട് ഒനിയൻ ഫ്രൈ ചെയ്തത്, ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒനിയൻ ഫ്രൈ ചെയ്തത് ആ അരി തിളപ്പിക്കുന്ന വെള്ളത്തിലിടും. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ നമുക്ക് നാരങ്ങ നീരും വേണം, ഓയിലും വേണം. ഓയിലും ഇതിനകത്ത് ഒഴിച്ചു, ആ ഒനിയൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ. പിന്നെ പുതിനയില, മല്ലിയില ഇത്രയും ചേർത്ത് വെച്ച വെള്ളം നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചിരുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ, നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ 1 മണിക്കൂർ ചിക്കൻ മാഗ്നേഷൻ ടൈമായി. അപ്പോൾ ഇനി നമുക്ക് ചിക്കനെ വരാം. അത് ചിക്കനിലേക്കും ഈ നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു. പട്ട, ഗ്രാമ്പൂ,
ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ, ഇത് 1 മണിക്കൂറേ എനിക്ക് ടൈം കിട്ടിയുള്ളൂ. 1-1.5 ഇനി രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി ഓവർനൈറ്റ് ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല, ഡയറക്റ്റ് ആ സ്പൈസസിനകത്തോട്ട് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇടുകയാണ്. എല്ലാം ഈ ചിക്കനകത്തുണ്ട്, നമ്മൾ വേറെ ഒന്നും ഇനി ചേർക്കണ്ട. നമ്മുടെ എരിക്കും എല്ലാം ഉപ്പ് എല്ലാം ചേർത്തു. ഇതിങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ ചിക്കൻ്റെ ശകലം വെള്ളമൊക്കെ ഇറങ്ങി, ഞാൻ ജസ്റ്റ് ആ മാഗ്നേറ്റ് ചെയ്ത പാത്രം ഒന്ന് കഴുകി ശകലം വെള്ളം ഒന്ന് ഒഴിച്ചു. അത് വേണേൽ ഒഴിച്ചോ, കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് വെള്ളം ഒഴിക്കണ്ട. അങ്ങനെ ഇരുന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചിക്കനെല്ലാം വേവും. ഒരു ഹാഫ് പോർഷൻ വെന്ത് കണ്ടില്ലേ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാണ്ട് ഇത്രയും ഇങ്ങനെ ആയി. ആ ഉള്ള വെള്ളം ഇതായി കുറച്ച് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് മതിയാവും നമുക്ക്. അപ്പോൾ ഇത് പകുതി ചിക്കൻ നമ്മളിങ്ങനെ എടുക്കുവാണേ. പകുതി ചിക്കന് ഇതിനകത്തുനിന്ന് നമ്മളെടുത്ത് വേറൊരു ബൗളിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നോക്കി കറക്റ്റായിട്ട് വെന്ത് കേട്ടോ. ഇനിയിപ്പോൾ 10 മിനിറ്റിന് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റും കൂടെ വെക്കാം. 15 മിനിറ്റ്, ഒരു 20 മിനിറ്റൊക്കെ നിങ്ങൾക്ക് വെക്കാം, അത് പ്രശ്നമില്ല. പക്ഷേ ചിക്കൻ ഇരിഞ്ഞു പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി വെന്തത് കണ്ടില്ലേ. 90% അരി വെന്താ എടുക്കുന്നത്. ഒരു 10% മാത്രം നമ്മളൊരു ദം കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്, അത് അതിൽ വെന്തോളും. അപ്പം ഇങ്ങനെ ഒരു ലെയർ കൊടുത്തു. അതിലേക്ക് നമ്മൾ ഒനിയൻ ഫ്രൈ, പിന്നെ പുതിനയില ഇത് മസ്റ്റാണ്, കുറച്ച് ഏറെ പുതിനയില ഇതിന് ആവശ്യമുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില, ഇത് രണ്ടും ഒരു പ്രത്യേക ഇത് കൊടുക്കും. പിന്നെ നെയ്യ് നമ്മൾ വേറെ എങ്ങും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അടുത്ത ലെയർ കൊടുക്കും. കണ്ടില്ലേ, അടുത്ത ലെയർ കൊടുത്തത് ശേഷം ബാക്കി ഉള്ള ചോറ് നമ്മളിതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് പരത്തിയെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും ഒനിയൻ ഫ്രൈ. നമ്മുടെ ബിരിയാണി ഒന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒനിയൻ ഫ്രൈയും മല്ലിയിലയും പുതിനയിലയും മണ്ടയ്ക്ക് വരണം. അതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു പൂർത്തീകരണം. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ദം ചെയ്യണം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അടപ്പിൻ്റെ മുകളിൽ നമ്മുടെ തീക്കനലൊക്കെ ഇട്ട് ദം ചെയ്യാറുണ്ട്. അപ്പോൾ അത് അത്ര തീക്കനലൊന്നും ഇല്ല. അത് കാരണം ഞാൻ ഇച്ചിരി ഫോയിൽ പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് 2 ഫോയിൽ പേപ്പർ വെച്ച് ഇങ്ങനെ ഹാഫ് ഒരു പോർഷൻ ഇങ്ങനെ ചെയ്ത് ഒരടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് അതിൻ്റെ അവിടെയൊക്കെ നല്ല തീയും അത്യാവശ്യം കനലും അടുപ്പിലുണ്ട്. അപ്പോൾ അത് കാരണം അത് അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ദമ്മായിക്കോളും. അപ്പോൾ ദമ്മാവുമ്പോൾ നമുക്ക് ഈ അടപ്പ് വരെ നല്ല ചൂട് വരും, അടപ്പിന് വരെ നല്ല ചൂട് വരും. ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ദമ്മ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിനെ എടുത്ത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പം സൈഡിൽ നിന്നാണ് നമ്മളിതിങ്ങനെ എടുക്കേണ്ടത്. അതിലേക്ക് നമുക്ക് സൈഡായിട്ട് സാലഡും പിന്നെ അച്ചാറും ഒക്കെ ഉപയോഗിക്കാം. നല്ല അടിപൊളി നിസാമി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ആട്ടോ, സാധാരണ നോർമൽ ബിരിയാണിയെക്കാട്ടിൽ നല്ല ടേസ്റ്റ്. എന്നാൽ ഭയങ്കര ചാറോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.